കണ്ടക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അതിൻ്റെ ബേസിക് ലോയാണ്. അപ്പോൾ ഓരോ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കുമ്പോഴും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്തുണ്ടാവും, ഒരു ബേസിക് ലോ ഉണ്ടാവും. ആ ലോയിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മൾ ആദ്യം അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കണ്ടക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പഠിക്കുന്ന ലോ എന്ന് പറയുന്നത് ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയും. അപ്പോൾ ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനാണ് നമ്മൾ ഇവിടെ എന്താണ് HMD പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പഠിക്കുന്ന ബേസിക് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ സോളിഡിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു സോളിഡ് ബോഡി കൺസിഡർ ചെയ്യുവാണ്. ആ സോളിഡ് ബോഡി എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ബോഡിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേ ഒരു നമ്മൾ പ്ലെയിനിൽ വരച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ T1 മറ്റൊരു സ്ഥലത്തെ ടെമ്പറേച്ചർ T2 ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചേഴ്സിനും ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറഞ്ഞ വരുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥിതിക്ക് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന്, അതായത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഒരു 1 ഡയമെൻഷണൽ ഹീറ്റ് ഫ്ലോ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മുടെ ബോഡിയാണ്. ഈ ബോഡിയുടെ ലെന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ ലെന്ത് ഓഫ് dx എന്ന് പറയുന്ന ലെന്ത് ഉള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഈ ബോഡിക്ക് dx എന്ന് പറയുന്ന ലെന്ത് ഉണ്ട്, ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് dt ആയിട്ട് എടുത്തു, അതായത് T2 - T1 എന്ന് പറയുന്നത് ഇന്നെടുത്തു, dt എന്നെടുത്തു. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ ഒരു റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന Q എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റേറ്റ് ഓഫ് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്നും പറഞ്ഞ് തുടങ്ങരുത് ഇതിൻ്റെ ഡെഫിനിഷനിൽ. ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് തന്നെ പറയണം. അതായത് പെർ സെക്കൻഡ്, അതായത് ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ നടക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ dt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ എന്തെന്ന് പറയും, ഡിഫറൻസ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് എന്താണ്, ദ ലെന്ത് എന്ന് പറയും അല്ലേ. ഏത് ലെന്താണ്, ഈ ഒരു ലെന്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ലെന്ത് ഓവർ വിച്ച് നമുക്ക് എന്തെന്ന് പറയാം, ഓവർ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന എന്താണ് ആ ഒരു ലെന്താണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ dx എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു സർഫസിലാണ്. ഈ സർഫസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു 3 ഡയമെൻഷണൽ സർഫസാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ആലോചിച്ച് വാങ്ങും. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു 3 ഡയമെൻഷണൽ സർഫസിന്. നമ്മുടെ Q എന്ന് പറയുന്ന ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഈ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്. ആ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ A എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് ദ ഏരിയ റൈറ്റ് ആംഗിൾ ടു ഹീറ്റ് ട്രാൻസ്ഫർ. അത് ഹീറ്റ് ട്രാൻസ്ഫറിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ആണ് A എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയാം. ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ഈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫൊറിയർ ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഫൊറിയർ ലോയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ ഈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനം, ദാറ്റ് ഈസ് Q എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. അതായത് നമ്മുടെ ഈ ഹീറ്റ് ഫ്ലോയ്ക്ക് എന്താണ് റൈറ്റ് ആംഗിൾസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയ്ക്ക് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏരിയ കൂടുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് കൂടും. ഏരിയ കുറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് കുറയും. ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ റൈറ്റ് ആംഗിൾസ് ടു ദ ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ദാറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ dt ആണ്. നമുക്ക് ഈ ഒരു ലെന്തിന് വിത്ത് റെസ്പെക്ട് ടു ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇത് dx എന്ന് പറയുന്ന ലെന്തിൽ dt എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, dt ബൈ
dx എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, where dt represents the temperature difference across the length dx എന്ന് പറയുന്ന ലെന്തിന് അക്രോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് dt എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ റൈറ്റ് ആംഗിൾസ് ടു ദ ഹീറ്റ് ഫ്ലോ ആൻഡ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഓവർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. അതായത് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓവർ വിച്ച് ദ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ദ എന്താണ് ലെങ്ത് ഓവർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷനായി. അപ്പോൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ അതിൻ്റേതായ രീതിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ സിമ്പിൾ ഹോമോജീനിയസ് സോളിഡ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് സോളിഡ് എന്ന് പറയാം? അതായത് എല്ലാ സ്ഥലത്തും ഒരേ കെമിക്കൽ കോമ്പോസിഷനുള്ള ഒരു സോളിഡ്. അപ്പോൾ എന്താണ് നമ്മളെന്ത് പറയും? ദ റേറ്റ് ഓഫ് flow of heat through a simple homogeneous fluid, ഒരു സിമ്പിൾ ഹോമോജീനിയസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് സോളിഡ്, ഹോമോജീനിയസ് സോളിഡ് is directly proportional to എന്താണ് directly proportional to the area of the section right angles to the area of the section right angles to the direction of heat flow. അത് ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഏരിയ, റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആൻഡ് അപ്പം ഏരിയയ്ക്ക് മാത്രമല്ല, അത് എന്തിനും പ്രൊപ്പോർഷനാണ്, എന്താണ് flow and to the change of temperature dt, to the change of temperature. അതായത് dt എന്ന് പറയുന്നതാണ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ആ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താ എടുത്തേക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് ദ പാത്ത്, വിത്ത് റെസ്പെക്ട് ടു ദി length of the path of the heat flow. For length of the path of the heat flow അല്ലെങ്കിൽ ഇത് with respect to the length over which the heat transfer is happening എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ സിമ്പിൾ ഹോമോജീനിയസ് സോളിഡ്. ഹോമോജീനിയസ് സോളിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ എന്തുള്ള കോമ്പോസിഷനുള്ള കെമിക്കൽ കോമ്പോസിഷനുള്ള സോളിഡ് കൂടെ നടക്കുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റാണ്. അതായത് Q എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്, അഥവാ വാട്ടിലാണ് കിട്ടുന്നത്, ജൂൾ അല്ല, എനർജിയുടെ യൂണിറ്റ് അല്ല, എനർജി പെർ സെക്കൻഡ് ആണ്, അത് വാട്ടാണ്. is directly proportional to the area of the section, that is a right angles to the direction of heat flow. അപ്പോൾ എക്ക് ഈ ഒരു ഏരിയ റൈറ്റ് ആംഗിൾ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് dt, ചേഞ്ച് ഓഫ് ദി ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് ദി പാത്ത് ഓഫ് ദി ഹീറ്റ് ഫ്ലോ, അതായത് dt/dx. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് the area which is right angles to the heat flow, and Q is actually the heat transfer rate, that is it is in joule per second. അപ്പോൾ ഇതാണ് നമ്മുടെ Fourier law of heat conduction എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ Q is equal to നമുക്ക് എന്തെന്ന് വരുമെന്നറിയോ? K എന്ന് പറയുന്ന സാധനം ഇൻറ്റു, അതായത് സ്മാൾ ലെറ്റർ K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏരിയയ്ക്ക് പകരം A ഇൻറ്റു എന്തെന്ന് വരും? ഏരിയയ്ക്ക് വരുമെന്ന് A ഇൻറ്റു dt/dx എന്ന് വരും.
പക്ഷേ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് കിട്ടും. dt എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ T2 - T1 എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ വരും. അതിപ്പോൾ അത് മാറുന്നതിന് വേണ്ടി ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഫൊറിയർ ലായുടെ എന്താണ് മാത്തമെറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഹാപ്പനിങ് അക്രോസ് എ ബോഡി. അപ്പോൾ Q = -K × A × dt/dx അല്ലേ. അപ്പോൾ K എന്ന് പറയുന്ന നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ K എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എന്ത് വിളിക്കൂ എന്നുള്ളതാണ് അടുത്ത നോക്കേണ്ടത്. വാട്ട് യു മീൻ ബൈ K? K = Kനെ വിളിക്കുന്ന പേര് പല പേരുകളിൽ പറയും. പക്ഷെ നമ്മൾ ജനറലി പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. Kനെ നമുക്ക് ഒന്നുകിൽ ഫസ്റ്റ് നമുക്ക് എന്ന് പറയാം കോയിഫിഷ്യൻ്റ് ഓഫ് കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അത് കണ്ടക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും. തെർമൽ കണ്ടക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു. Q എന്ന് പറയുന്നതിൻ്റെ Q എന്ന് പറഞ്ഞ സാധനം എന്തുവാണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ. അപ്പോൾ Q എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ ആ Qൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ/സെക്കൻഡ് ആണ് അല്ലേ. ജൂൾ/സെക്കൻഡ്, അല്ലെങ്കിൽ അതിന് നമ്മളെന്ത് പറയും? വാട്ട്. കിലോ ജൂൾ/സെക്കൻഡ് പറയാം, അങ്ങനെ കിലോ വാട്ടിലും പറയാം. ഇനി അടുത്ത A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ² പറയും. dt എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. dt-യുടെ യൂണിറ്റ് °C ആയിരിക്കും. dt/dx എന്ന് പറയുന്നത് അപ്പോൾ °C/dx എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ °C/മീറ്റർ ആയിരിക്കും ആ സാധനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് K കണ്ടുപിടിക്കണം. Kക്ക് ഒരു ഡെഫിനിഷൻ വേണം. അപ്പോൾ Q = നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? K × നെഗറ്റീവ് സൈൻ ഞാനിപ്പോൾ എടുക്കുന്നില്ല. dt/dx അതിനൊരു ഡെഫിനിഷനും അതിന് യൂണിറ്റും വേണമെന്നുള്ളതുകൊണ്ട് അപ്പോൾ K കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണം. K = Q ഇവിടെ A മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. ഈ സാധനം dx എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തേക്കുന്ന മുകളിൽ പോവും. dt എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന താഴെ വരും. അപ്പോൾ എന്ത് വരും? /dt എന്ന് വരും. ഇനി യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിട്ട് ഓക്കെ, നമ്മുടെ Qന് പകരം യൂണിറ്റ് എന്താ? വാട്ട്സ്. dx എന്ന് പറയുന്നത് മീറ്ററിൽ വരും. / ഏരിയ എന്ന് പറയുന്നത് മീറ്റർ²ലാണ്. dt എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് °C ഓർ കെൽവിൻ എന്തോ ആവാം. ഒരു മീറ്ററും വെട്ടിപ്പോയി കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് K, അതായത് യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട്സ്/മീറ്റർ °C ഓർ നമ്മൾ ടെമ്പറേച്ചർ കെൽവിനിൽ പറയുകയാണെങ്കിൽ വാട്ട്സ്/മീറ്റർ കെൽവിൻ. ക്യാപിറ്റൽ K ആണ്. അപ്പം ഈ ഒരു കാര്യം ആലോചിച്ചോളുക. ഇതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് K എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് K? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വാട്ട് ഈസ് K? സ്മാൾ ലെറ്റർ K. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ K = എന്താ പറഞ്ഞേക്കുന്നത്? K = Q/A × dx/dt. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ K കണ്ടുപിടിക്കണം. ആ മെറ്റീരിയലിൻ്റെ K കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഏരിയ 1 ആക്കും. ഏരിയ = 1 മീറ്റർ² ആക്കും. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടല്ലോ, 1 മീറ്റർ² ആകും. പിന്നെ അടുത്തെന്നറിയോ? അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആവും. അപ്പോൾ dx = 1 മീറ്റർ ആയി. ഇനി ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ dt, അത് 1°C ആവും. അല്ലെങ്കിൽ 1°C അല്ലെങ്കിൽ 1 കെൽവിൻ ആവും. അപ്പോൾ Kയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. K = Q/1 × 1/1 എന്നാണ്. ഇത് 1 ആയി, ഇത് 1 ആയി. ഓക്കെ, ഇതെല്ലാം എന്തിലേക്ക് ഇട്ടു? 1ലേക്ക് ഇട്ടു. അപ്പോൾ K = എന്തായി മാറി? Q ആയി മാറി. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? K എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഹാപ്പനിങ് അക്രോസ് എ ബോഡി വിച്ച് ഈസ് ഹാവിങ് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ, യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ദ ലെങ്ത്, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഈ യൂണിറ്റ് ലെന്തും യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസും അവസാനം പറഞ്ഞാൽ മതി. ആൻഡ് എന്താണ്? യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബോഡിയിൽ കൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
കെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ എ ബോഡി, the amount of heat transfer through a body, എന്താണ് ആ ബോഡിയുടെ പ്രത്യേകത എന്താ? ഓഫ് യൂണിറ്റ് ഏരിയ. ആ ബോഡിക്ക് ഒരു യൂണിറ്റ് ഏരിയ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് യൂണിറ്റ് തിക്നെസ്, ആൻഡ് യൂണിറ്റ് തിക്നെസ്, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതും യൂണിറ്റി ആയിരിക്കണം. ഇൻ യൂണിറ്റ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിൽ ആണ് നടക്കുന്നത്. വെൻ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ഫേസസ് ആർ ഓൾസോ യൂണിറ്റി. അപ്പോൾ അതും കൂടെ പറയണം. വെൻ ദ ഡിഫറൻസ് in temperature between the phases which is causing the heat flow is also unity. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനം പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പറയണേ. ഒരു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാനുള്ളായിരുന്നു. ഈ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എൻ്റെ അസംഷൻസ് കുറേ സാധനങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു. അപ്പോൾ കെയുടെ ഡെഫിനിഷനായി, കെയുടെ എന്തായി, യൂണിറ്റായി. ഇനി നമ്മൾ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനിൽ കുറേ സാധനങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ അസംഷൻസ് മെയ്ഡ് ഇൻ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞ് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം നമ്മൾ അതും കൂടിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അസംഷൻസ് ഇൻ ഫോറിയർ ലോ ഓഫ് heat conduction. Reviewing കൂടെ Fourier law of heat conduction. അപ്പോൾ Fourier law of heat conductionൽ നമുക്ക് എന്തൊക്കെ അസംഷൻസ് ആണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. അതായത് സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്നത്. രണ്ടാമത്തെ, ഇതൊരു യൂണി ഡയറക്ഷണൽ ഹീറ്റ് ഫ്ലോ ആണ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മാത്രമേ, 1 ഡയമെൻഷണൽ ഹീറ്റ് ഫ്ലോ ആണ്. 1 ഡയമെൻഷണൽ എന്താണ് ഹീറ്റ് ഫ്ലോ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫ്ലോ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയോ കൂടുകയൊന്നും ചെയ്യുന്നില്ല. ഈ രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ ലീനിയറുമാണ്. അതായത് കറക്റ്റ് ഇങ്ങനെ കുറഞ്ഞു ഒരു പർട്ടിക്കുലർ ഒരു കോൺസ്റ്റൻ്റ് റേറ്റിൽ കുറഞ്ഞാണ് ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, അപ്പം ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് constant and temperature profile is linear, and temperature profile is എന്തെന്ന് പറയും? ലീനിയർ എന്ന് പറയും. ഇനി നാലാമത്തെ സാധനം എന്ന് പറയുന്നത് ദർ ഈസ് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ. ഇവിടെ ഹീറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. കാര്യം ചില കെമിക്കൽ പ്രോസസ്സിലൊക്കെ ജനറേഷൻ ഹീറ്റ് എന്ത് എക്സോതെർമിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ദർ ഈസ് no internal heat generation. വേറെ ഏതെങ്കിലും എനർജി കൺവേർട്ടായി ഹീറ്റായി മാറുകയും ചെയ്യാം. അങ്ങനെയുള്ള പ്രോസസ് ഒന്നും ഇല്ല. അഞ്ചാമത്തേന്ന് പറയുന്നത് ദ ബൗണ്ടറി സർഫസ് എന്ന് പറയുന്നത് ഐസോതെർമൽ ഇൻ കാഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി സർഫസിലെ ടെമ്പറേച്ചർ എപ്പോഴും T1 T2 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ബൗണ്ടറി
സർഫസസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഐസോതെർമൽ ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഐസോതെർമൽ ഇൻ ക്യാരക്ടർ. ഇനി ലാസ്റ്റ് വൺ, ദ മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക്. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷനും പോയാലും എൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സെയിം ആണെന്നാണ് ഐസോട്രോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെറ്റീരിയൽ ഈസ്, നമ്മൾ അതിൽ ഡിഫൈൻ പറയുന്നുണ്ട് ഡെഫിനിഷനിൽ, മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക അസംഷൻസ് ഇൻ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ചോളുക. അപ്പം ഇത് നമ്മൾ സോളിഡ്സിലേക്കുള്ള ഗ്യാസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ അല്ല തെർമൽ കണ്ടക്ടിവിറ്റി പറഞ്ഞു. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ടെമ്പറേച്ചർ, നമുക്കത് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ദ വേരിയേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫൊറിയർ ലായിൽ പറയാനുള്ളത്. അപ്പോൾ ഫൊറിയർ ലാ പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ ഈ അസംഷൻസും കൂടെ എഴുതുക. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയെന്നേ ഉള്ളൂ. നമ്മൾ കെ കണ്ടതുകൊണ്ട് അപ്പോഴേ നമ്മൾ ചാടിക്കയറി കെ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്തിലേക്ക് വന്നു? അതിലെ അസംഷൻസ് മെയ്ഡ് ഇൻ എന്താണ് ഫൊറിയർ ലാ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മിക്കപ്പോഴും ഇതറിയാതെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനേ, കണ്ടക്ഷൻ പഠിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഇത്തിരി സമയം എടുത്ത് പറയാം.